ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ വീട്ടിൽ പഴയ ടർക്കി ഇതുപോലെ ആകെ എന്താ പറയുക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ ചെയ്യണേന്ന് അറിയാണ്ട് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസർ എന്ന് പറയാം. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേലെ ഇടുന്ന ഒരു കവറ്, അതായത് നമ്മുടെ സൈഡിൽ പോക്കറ്റ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ്. ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ടവൽ വെച്ചിട്ട് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ് ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ടവലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുടെ പഴയ റബ്ബർ ഷീറ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൻ്റെ അളവിൽ മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഇതേപോലത്തെ ഒരു ഓർഗനൈസറെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതേ മോഡലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇപ്പോൾ ഇതിൻ്റെ അളവ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ കറക്റ്റ് അളവാണ്. അപ്പോൾ നിങ്ങളുടെ ടവലും ആ അളവാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ അളവാണെന്നുണ്ടെങ്കിൽ അരികൊന്നും അടിക്കേണ്ട കാര്യമില്ല, ഈസി ആയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അരിക അടിച്ച് മടക്കി അടിക്കേണ്ടി വരും, അളവ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ പോക്കറ്റ്സ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഐറ്റംസ് ഒക്കെ വെക്കാനും പറ്റും. ഇനി എങ്ങനെയാണ് ടർക്കിയും ഇത് ചെയ്യണമെന്ന് കാണിച്ചു തരാൻ വളരെ എളുപ്പമാണ്. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ടർക്കിയിൽ എടുക്കുക, അതിൻ്റെ ഒരറ്റം നമ്മൾ ഫോൾഡ് ചെയ്യുക. നമുക്കത് പോക്കറ്റ് എത്ര വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ അത്രയും വലുപ്പത്തിൽ ഫോൾഡ് ചെയ്യുക. വല്ലാണ്ട് ആഴാവണ്ട, എന്നാൽ വല്ലാണ്ട് കുഞ്ഞിതാവാനും പാടില്ല. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അരിക ആദ്യം അടിക്കണം. എന്നിട്ട് നമ്മുടെ പോക്കറ്റ്സിൻ്റെ അളവ് അനുസരിച്ച് അതിൻ്റെ ഇടയിൽ ഓരോ തയ്ച്ചു കൊടുക്കണം. ഇനി നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂവോ ഫെവിക്കോളൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് കഴുകേണ്ട കാരണം നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് തയ്ക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഒട്ടും ചീത്തയാവില്ല എന്ന്. പിന്നെ ഡെക്കറേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പം ഞാനിനി ഇതിൻ്റെ കറക്റ്റ് വെച്ചിട്ട് എത്ര പോക്കറ്റ്സ് വേണമെന്ന് അളന്നിട്ട് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ 3 പോക്കറ്റ്സും മറ്റേ സൈഡിൽ ഇതിൻ്റെ ടവലിൻ്റെ മറ്റേ അറ്റത്ത് ഞാൻ കുഞ്ഞു കുറേ പോക്കറ്റ്സ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അളവ് ജസ്റ്റ് വരച്ചെടുക്കണം. നിങ്ങൾ ബാക്കിൽ വരച്ചാലും മതി, ഞാൻ മുൻഭാഗത്താണ് വരച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അത് പിന്നെ നമുക്ക് മാച്ച് കളയാലോ. അപ്പോൾ അത് 3 പോക്കറ്റ്സ് വരച്ചിരിക്കുകയാണ് ഇത്തിരി വീതിയിൽ. എന്നിട്ട് നമ്മൾ അതിന് തയ്ച്ചെടുക്കുക, അത്രയുള്ള മെഷീനിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ടവലിൻ്റെ മെറ്റീരിയൽ ഇത്തിരി കട്ടി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അരികത്തോട് വല്ലാതെ ചേർക്കണ്ട, ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ചിട്ട് തയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തയ്ച്ചെടുത്ത് 3 പോക്കറ്റ്സ് ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ മറുവശത്തും ഞാൻ കുഞ്ഞു പോക്കറ്റ്സ് ഉണ്ടാക്കണം. കുഞ്ഞു പോക്കറ്റ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി നമുക്ക് ഇതുമ്പോൾ ഡെക്കറേഷൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് എന്തെങ്കിലും പൂക്കളോ അല്ലെങ്കിൽ മിററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടി അത്രേ ഉള്ളൂ. ഡാർക്ക് കളർ ടവലാണെന്നുണ്ടെങ്കിൽ നല്ലത്. വല്ലാതെ നരച്ച് വെള്ള പോലത്തെയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ അത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇത് റെഡ് ആയതുകൊണ്ടും അത്ര കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ വയ്ക്കുന്നത്. പിന്നെ റിബൺ വേണമെന്നുണ്ടെങ്കിൽ സൈഡുകളിൽ റിബൺ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പോക്കറ്റിൻ്റെ പാർട്ടീഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് റിബൺ ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ പശയൊന്നും അതുമ്പോൾ ഉണങ്ങിയിട്ടില്ല. പശ ഉണങ്ങി കഴിയുമ്പോൾ കാണില്ല കേട്ടോ. ഇപ്പം അതുമ്പോൾ വൈറ്റ് കളർ കാണുന്നുണ്ട്. അപ്പോൾ അതേ കവർ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ റേഷൻ കാർഡോ എന്തെങ്കിലും ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിൻ്റെ മേലെ സാധനങ്ങൾ വെക്കുന്നതിലും ഈ പോക്കറ്റ്സിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നല്ല വൃത്തിയുണ്ടോ. ഇതിന് മാത്രമല്ല നമുക്ക് നമ്മുടെ ഓഫീസ് ടേബിളോ അല്ലെങ്കിൽ കുട്ടികളുടെ ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇത് വിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബുക്സും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ക്രാഫ്റ്റ് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നിങ്ങളോട് എല്ലാവരോടും ബൈ.